Hi students, welcome back. Today we are going to discuss some topics from coordination compounds, that is crystal field theory. Okay, the crystal field theory is an electrostatic model which considers metal ligand bond to be ionic. ഇപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന ഇലക്ട്രോസ്റ്റാറ്റിക് മോഡലാണ്. അതിനകത്ത് മെറ്റൽ ലിഗൻറ്റ് ബോണ്ട് അയോണിക് ആയിരിക്കണം. ദാറ്റ് ഈസ് എറൈസിങ് പ്യുവർലി ഫ്രം ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി മെറ്റൽ അയോൺ ആൻഡ് ദി ലിഗൻറ്റ്. ലിഗൻറ്റും മെറ്റൽ അയോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ മൂലം എറൈസ് ചെയ്തിരിക്കുന്ന അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് മെറ്റൽ ലിഗൻറ്റ് ബോണ്ട് ദാറ്റ് ഈസ് ടു ബി അയോണിക് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇലക്ട്രോസ്റ്റാറ്റിക് മോഡലാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഈസ് എൻ ഇലക്ട്രോസ്റ്റാറ്റിക് മോഡൽ which considers the metal ligand bond to be ionic, arising purely from electrostatic interaction between the metal ion and the ligand. Ligands are treated as point charges in the case of anions. Anions ആണെങ്കിൽ ലിഗൻറ്റിനെ പോയിൻറ്റ് ചാർജസ് ആയിട്ടും ഓർ ഡൈപോൾസ് ഇൻ ദി കേസ് ഓഫ് ന്യൂട്രൽ മോളിക്യൂൾ. ന്യൂട്രൽ മോളിക്യൂൾസ് ആണെങ്കിൽ ഡൈപോൾസ് ആയിട്ടും ആണ് കൺസിഡർ ചെയ്യുന്നത്. ലിഗൻസിനെ നമ്മൾ ആനയോൺസ് ആണെങ്കിൽ പോയിൻറ്റ് ചാർജസ് ആയിട്ടും അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് ആണെങ്കിൽ ഡൈപോൾസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ദ 5 d orbitals in an isolated gaseous metal atom or ion having the same energy. അപ്പോൾ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള 5 d orbitals എന്ന് പറയുന്നത് സെയിം എനർജി ആയിരിക്കും. സെയിം എനർജി മീൻസ് ദേ ആർ ഡീജനറേറ്റഡ് ആയിരിക്കും. This degeneracy is maintained if spherically symmetrical field of negative charge surrounds the metal atom or ion. അപ്പോൾ സ്പെറിക്കലി സിമെട്രിക്കൽ ഫീൽഡ് ഓഫ് നെഗറ്റീവ് ചാർജ് സറൗണ്ട്സ് ദ മെറ്റൽ ആറ്റം ഓർ അയോൺ. അങ്ങനെ സറൗണ്ട് ചെയ്താൽ ഈ ഡീജനറസി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ദ ഡീജനറസി ഈസ് മെയിൻറ്റെയിൻഡ് ഇഫ് എ സ്പെറിക്കലി സിമെട്രിക്കൽ ഫീൽഡ് ഓഫ് നെഗറ്റീവ് ചാർജ് സറൗണ്ട്സ് ദി മെറ്റൽ ആറ്റം ഓർ അയോൺ. ഹൗവർ വെൻ ദിസ് നെഗറ്റീവ് ഫീൽഡ് ഈസ് ഡ്യൂ ടു ലിഗൻറ്റ് either anions or negative end of the dipolar molecules like ammonia or water in a complex, it become asymmetrical ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും വരുന്ന ലിഗൻറ്റ് എന്ന് പറഞ്ഞ സ്പെറിക്കലി സിമെട്രിക്കൽ ഫീൽഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡീജനറസി അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. എന്നാൽ അതല്ല, നമ്മുടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വരുന്ന നെഗറ്റീവ് ഫീൽഡ് ലിഗൻറ്റ് മൂലമാണ് നെഗറ്റീവ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബിക്കം അസിമെട്രിക്കൽ ആയിട്ട് മാറും. ആൻഡ് ദി ഡീജനറസി ഓഫ് ദി 5 d orbitals ലിഫ്റ്റഡ് അപ്പ് ആവും. ഇറ്റ് റിസൾട്ട് ഇൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ദി പാറ്റേൺ ഓഫ് സ്പ്ലിറ്റിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ക്രിസ്റ്റൽ ഫീൽഡ്. ഇത് ഏത് ടൈപ്പ് പാറ്റേൺ ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്രിസ്റ്റൽ ഫീൽഡിനെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ലെറ്റ് us എക്സ്പ്ലെയിൻ ദി സ്പ്ലിറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ ഫീൽഡ്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഈസ് എൻ ഇലക്ട്രോസ്റ്റാറ്റിക് മോഡൽ which considers the metal ligand bond to be ionic, purely arising interaction between the metal ion and the ligand. Ligand are treated as point charges in the case of anions അല്ലെങ്കിൽ dipoles in the case of neutral molecules ആയിരിക്കും. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള 5 d orbitals എന്ന് പറയുന്നത് സെയിം എനർജി ആയിരിക്കും അവർക്ക്. അതിനാണ് ഡീജനറേറ്റ് എന്ന് പറയുന്നത്. ഈ ഡീജനറസി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും വരുന്നത് സ്പെറിക്കലി സിമെട്രിക്കൽ ഫീൽഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ. ഇനി അതല്ല, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും വരുന്നത് നെഗറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിഗൻസ് മൂലമാണ് വരുന്നതെങ്കിൽ ഇറ്റ് ബിക്കം അസിമെട്രിക്കൽ ആയിരിക്കും. ഡീജനറസി ലിഫ്റ്റപ്പ് ആകും. അങ്ങനെ വരുമ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ഡി ഓർബിറ്റൽസിന് സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ദിസ് ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. മനസ്സിലായിട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ക്രിസ്റ്റൽ ഫീൽഡ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ്. In an octahedral coordination entities with 6 ligands surrounding the metal atom or ion, there will be repulsion between the electrons in the metal d orbitals. നമ്മുടെ കണ്ടോ, ഇതാണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും നെഗറ്റീവ് ചാർജ് വന്നിരിക്കുകയാണ്. ദാറ്റ് നെഗറ്റീവ് ഫീൽഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും നെഗറ്റീവ് ഫീൽഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ലിഗൻറ്റ് മൂലമാണ് അവിടെ നെഗറ്റീവ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അസിമെട്രിക്കൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ 5 d orbitals എനർജി ലിഫ്റ്റപ്പ് ആവും. കണ്ടോ, 5 d orbitals ഇതായിരുന്നു. d orbitals dx2 y2 dz2 dxy dxz ആൻഡ് dyz. അവരുടെ എനർജി ലിഫ്റ്റപ്പ് ആവും. കണ്ടോ, ലിഫ്റ്റപ്പ് ആയത്. ലിഫ്റ്റപ്പ് ആയിട്ട്
ഈ 5 ഡി ഓർബിറ്റൽസിൽ ഏത് ഡി ഓർബിറ്റൽസ് ആണോ ലിഗൻഡിൻ്റെ ഈ 5 ഡി ഓർബിറ്റൽസ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ 5 ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നതിൽ ഏത് ഡി ഓർബിറ്റൽസ് ആണ് ലിഗൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അവർക്ക് റിപ്പൾഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഉടനെ അവർക്ക് എനർജി കൂടും, അവർ അപ്പർ ലെവലിലേക്ക് പോകും. അപ്പർ ലെവലിനാണ് EG ലെവൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓർബിറ്റൽസ് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലോവർ ലെവലിലേക്ക് പോകും. ദാറ്റ് ലെവൽ ഈസ് നോൺ ആസ് T2G ലെവൽ. ഓക്കെ, ഇതാണ് ബാരി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ 3/5 ഡെൽറ്റ ഒ എനർജി ഇൻക്രീസ് ആകുകയും ലോവർ ലെവലിലേക്ക് പോയി 2/5 ഡെൽറ്റ ഒ എനർജി ഡിക്രീസ് ആകുകയും ചെയ്യും. അപ്പോൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ലിഗൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്ന DX2 Y2 DZ2 ആണ്. അവരാണ് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നത്. ആ എനർജി ലെവലിന് EG ലെവലെന്നും ബാക്കി DXY DXZ ആൻഡ് DYZ ദാറ്റ് റീച്ചസ് ദ ലോവർ എനർജി ലെവൽ. That means T2G level. Okay. This splitting of the degenerate levels due to the presence of ligands in a definite geometry is termed crystal field splitting. And the energy separation denoted by delta O. O means octahedral. Delta O എന്ന് പറയുന്നത് octahedral നെയാണ്. Thus the energy of the 2 EG orbital will increases by 3/5 delta O and that of 3 T2G will decreases by 2/5 delta O. The crystal field splitting delta O depends upon the field produced by the ligand and the charge on the metal ion. Field produced by the ligand and the charge on the metal ion. കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പഠിച്ചാൽ മതി. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസിൽ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും 6 ലിഗൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 6 ലിഗൻസ് വരുമ്പോഴത്തേക്കും ദർ വിൽ ബി റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ ഡി ഓർബിറ്റൽസ് ആൻഡ് ദി ഇലക്ട്രോൺസ് ഓഫ് ദി ലിഗൻസ്. മെറ്റൽ ഡി ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസും അതുപോലെ തന്നെ ലിഗൻഡിൻ്റെ ഇലക്ട്രോൺസും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകും. സച്ച് റിപ്പൾഷൻ ഈസ് മോർ വെൻ ദി മെറ്റൽ ഡി ഓർബിറ്റൽ ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ലിഗൻഡ് ദാൻ വെൻ ഇറ്റ് ഈസ് എവേ ഫ്രം ദ ലിഗൻഡ്. മെറ്റൽ ആറ്റത്തിന് ചുറ്റും 6 ലിഗൻസ് വരുമ്പോഴത്തേക്കും ആ 6 ലിഗൻസിലെ സിക്സ് ലിഗൻസ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഡി ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസും അതുപോലെ തന്നെ ലിഗൻസിൻ്റെ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകും. അങ്ങനെ റിപ്പൾഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാകുന്നത് ഏതാണോ അത് ആ ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ലിഗൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും റിപ്പൾഷൻ കൂടുതലുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ എനർജി റൈസ് ചെയ്യും. അവർ അപ്പർ എനർജി ലെവലിലേക്ക് പോകും, ബാക്കിയുള്ളവർ ലോവർ എനർജി ലെവലിലേക്ക് പോകും. അപ്പർ എനർജി ലെവലിലേക്ക് പോകുന്ന DX2 Y2 DZ2 ലോവർ എനർജി ലെവലിലേക്ക് വന്ന DXY DXZ ആൻഡ് DYZ ആണ്. അപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ 3/5 ഡെൽറ്റ ഒ എനർജി ഇൻക്രീസ് ചെയ്യും. ലോവർ ലെവലിലേക്ക് വരുമ്പോൾ 2/5 ഡെൽറ്റ ഒ എനർജി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പർ ലെവൽ മീൻസ് EG ലെവൽ, ലോവർ ലെവൽ മീൻസ് T2G ലെവൽ. ഓക്കെ, പിന്നെ നമ്മുടെ ദി ലിഗൻസ് ക്യാൻ ബി അറേഞ്ച് ഇൻ സീരീസ് ഓഫ് ദി ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഫീൽഡ് സ്ട്രെങ്ത് കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കുക. ഈ ഫീൽഡ് സ്ട്രെങ്ത് നന്നായിട്ട് മനസ്സിലാക്കി ഓർഡർ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. കാരണം സച്ച് എ സീരീസ് ഈസ് ടേംഡ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ഇതിനാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, then next let us assign the electrons in the d orbitals of a metal ion in octahedral coordination entities. The single d electrons ആണുള്ളതെങ്കിൽ നമുക്കറിയാം സിംഗിൾ d electrons means that is d1. ഈ d1 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ ആ d1 ഇലക്ട്രോൺസ് എപ്പോഴും ലോവർ എനർജി ലെവലിലേക്ക് പോവുള്ളൂ. നമ്മൾ പറഞ്ഞു 2 എനർജി ലെവൽ, ഇത് രണ്ടും ഈ 2 എനർജി ലെവലും EG ലെവലും ഇത് T2G ലെവലുമായിരിക്കും. ഓക്കെ, അപ്പോൾ സിംഗിൾ ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ആ സിംഗിൾ ഇലക്ട്രോൺസ് T2G ലെവലിലേക്ക് പോകും. T2G1 ഇങ്ങനെയായിരിക്കും എൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. T2G1 EG0 ആയിരിക്കും. ഇപ്പോൾ 2 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ ഇങ്ങോട്ട് പോരും കണ്ടോ. അപ്പോൾ നമ്മൾ എഴുതും T2G 2 EG0. ഓക്കെ, 3 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതും T2G3 EG T2G3 EG0. ഇനി ഫോർത്തിന് D4 കോൺഫിഗറേഷൻ ആണുള്ളതെങ്കിൽ D4 കോൺഫിഗറേഷൻ വന്നാൽ എന്ത് സംഭവിക്കും? D4 കോൺഫിഗറേഷൻ വന്നാൽ അപ്പോൾ 3 ഇലക്ട്രോൺസ് ഇവിടെ ഓൾറെഡി ഒക്കുപ്പൈഡ് ആയി. 4th ഇലക്ട്രോൺസിന് ഇറ്റ് ഹാസ് 2 പോസിബിലിറ്റീസ്. ഒന്നുകിൽ 4th ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് പോകാം EG ലെവലിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒന്നുകിൽ ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് എപ്പോൾ നടക്കും?
അതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ D4 കോൺഫിഗറേഷൻ വന്നാൽ there are two possibilities means the fourth electrons will go to the Eg level, otherwise it can occupy in the T2g level. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ഡെൽറ്റ ഒ ലെസ് ദാൻ പി ആണെങ്കിൽ ഡെൽറ്റ ഒ മീൻസ് ക്രിസ്റ്റൽ ഫീൽഡ് എനർജി, ഒക്ടാഹെഡ്രലിലെ എനർജിയാണ് ഡെൽറ്റ ഒ എന്ന് പറയുന്നത്. ആ ഡെൽറ്റ ഒ, പി മീൻസ് പെയറിംഗ് എനർജി. പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ ഡെൽറ്റ ഒ കുറവ്. അങ്ങനെ വന്നാൽ ദി ഫോർത്ത് ഇലക്ട്രോൺ എൻറ്റേഴ്സ് വൺ ഓഫ് ദി Eg ഓർബിറ്റൽ ഗീവിംഗ് റൈസ് ടു T2g 3Eg1. പെയറിംഗ് എനർജിയാണ് കൂടുതൽ. ക്രിസ്റ്റൽ ഫീൽഡ് ഒക്ടാഹെഡ്രലിൻ്റെ എനർജി കുറവാണ്. ഡെൽറ്റ ഒ ലെസ് ആണെങ്കിൽ, പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ ദെൻ ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ഇലക്ട്രോൺ Eg ലെവലിലേക്ക് പോകും, എന്ന് വെച്ചാൽ ഹയർ എനർജി ലെവലിലേക്ക് പോകും. അപ്പോൾ T2g 3Eg1 എന്ന് വരും. ഇനി അപ്പം പെയറിംഗ് എനർജി കൂടുതലാണ് ഡെൽറ്റ ഒയിനേക്കാളും. ദാറ്റ് ആർ നോൺ ആസ് വീക്ക് ഫീൽഡ് ലിഗൻസ് ആൻഡ് ഫോം ഹൈ സ്പിൻ കോംപ്ലക്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് വീക്ക് ഫീൽഡ് ലിഗൻസ്. വീക്ക് ഫീൽഡ് ലിഗൻസ് ആണെങ്കിൽ ദേ ഫോം ഹൈ സ്പിൻ കോംപ്ലക്സസ്. ഇനി ഡെൽറ്റ ഒ എനർജിയാണ് പെയറിംഗ് എനർജിയേക്കാളും കൂടുതലെങ്കിൽ ഇറ്റ് ബിക്കം മോർ എനർജറ്റിക്കലി ഫേവറബിൾ ഫോർ ദി ഫോർത്ത് ഇലക്ട്രോൺ ടു ഓക്കുപ്പൈ T2g ഓർബിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മീൻസ് T2g4 Eg0 ആയിട്ട് മാറും. ദ ലിഗൻ വിച്ച് പ്രൊഡ്യൂസസ് ദിസ് എഫക്റ്റ് ആർ നോൺ ആസ് സ്ട്രോങ് ഫീൽഡ് ലിഗൻസ് ആൻഡ് ഫോം ലോ സ്പിൻ കോംപ്ലക്സസ്. അപ്പോൾ പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ പിന്നെ പെയറിംഗ് നടക്കില്ല, അത് ഹയർ ഓർബിറ്റിലേക്ക് പോവുള്ളൂ. അപ്പോഴാണ് T2g 3Eg1 വരുന്നത്. ആ കോംപ്ലക്സ് ആണ് വീക്ക് ഫീൽഡ് ലിഗൻസ് ആൻഡ് ഹൈ സ്പിൻ കോംപ്ലക്സസ് എന്ന് പറയുന്നത്. അതേസമയം പെയറിംഗ് എനർജി കുറവാണെങ്കിൽ പെയറിംഗ് നടക്കുകയുള്ളൂ, ഹയറിലേക്ക് പോകില്ല. അപ്പോൾ T2g4 Eg0 വരും. ദാറ്റ് ടൈപ്പ് ഓഫ് ലിഗൻസ് ആർ കോൾഡ് സ്ട്രോങ് ഫീൽഡ് ലിഗൻസ് ആൻഡ് ദാറ്റ് ഫോം ലോ സ്പിൻ കോംപ്ലക്സസ്. ഓക്കെ, വളരെ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ്. അതും സെയിം അതുപോലെ തന്നെയാണ്. ഇത് ടെട്രാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ് അപ്പോൾ ഇവിടെ വരുന്ന ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉള്ളി ഡിഫറൻസ് മീൻസ് അവിടെ ടോപ്പിലേക്ക് പോകുന്നവർ ഇവിടെ ബോട്ടത്തിലേക്കും, അവിടെ ബോട്ടത്തിലേക്ക് പോയവർ ഇവിടെ ടോപ്പിലേക്കുമായിരിക്കും വരുന്നത്. കണ്ട 5 ഡി ഓർബിറ്റൽസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ എനർജി ലിഫ്റ്റപ്പ് ആയി കഴിഞ്ഞിട്ട് അതിൽ ആരാണോ ലിഗൻറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഇലക്ട്രോൺസിന് ലിഗൻറ്റിലെ ഇലക്ട്രോൺസുമായിട്ട് റിപ്പൾഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവർ ആ റിപ്പൾഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹയർ എനർജി ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവർ DXY, DXZ, DXY, DYZ ആൻഡ് DXZ ആണ് അപ്പർ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ ലോവർ ലെവലിലേക്ക് DX2, Y2, DZ2 ആയിരിക്കും. ഇവിടെ 2/5 ഡെൽറ്റ ടി ആണ്, ഇവിടെ 3/5 ഡെൽറ്റ ടി ആണ്. ഇത് T2 ലെവലും ഇത് E ലെവലും ആയിരിക്കും. ഓക്കെ, ഇതിനാണ് ബാരി സെൻറ്റർ എന്ന് പറയുന്നത്, ബാരി സെൻറ്റർ. അപ്പോൾ ഇൻ ടെട്രാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റി ദി ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ഈസ് സ്മോളർ ആസ് കമ്പയർഡ് ടു ദി ഒക്ടാഹെഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. For the same metal, the same ligands and the metal ligands distances, it can be shown that delta T is equal to 4/9 delta O. That is, what is the relation between delta T and delta O? Delta T is equal to 4/9 delta O. Correct ആയിട്ട് പഠിച്ചു വയ്ക്കാം. Consequently, the orbital splitting energies are not sufficiently large for forcing pairing and therefore low spin configuration is rarely observed. ഇനി കളർ ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് വി ലേൺ ദാറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ഈസ് ദർ വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ്. ദിസ് മീൻസ് ദാറ്റ് ഇഫ് സം ഓഫ് ദ വിസിബിൾ സ്പെക്ട്രം ഈസ് ബീങ് റിമൂവ്ഡ് ഫ്രം ദി വൈറ്റ് ലൈറ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ സാമ്പിൾ, സോ ദി ലൈറ്റ് ദാറ്റ് എമർജസ് ഈസ് നോ ലോങ്ങർ വൈറ്റ്. ദി കളർ ഓഫ് ദി കോംപ്ലക്സ് ഈസ് കോംപ്ലിമെൻ്ററി ടു വാട്ട് വിച്ച് ഈസ് അബ്സോർബ്ഡ്. ദി കോംപ്ലിമെൻ്ററി കളർ ഈസ് ദ കളർ ജനറേറ്റഡ് ഫ്രം ദി വേവ്ലെങ്ത് ലെഫ്റ്റ് ഓവർ. If green light is absorbed by the complex, it appears red. അപ്പോൾ ഇത് കളർ ഓഫ് ദി കോംപ്ലക്സ് ഈസ് നമ്മുടെ കാണുന്ന കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ കളർ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ടു ദാറ്റ് വിച്ച് ഈസ് അബ്സോർബ്ഡ്. ഏത് കളറാണോ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ കോംപ്ലിമെൻ്ററി കളറിലായിരിക്കും നമ്മൾ ആ കോംപ്ലക്സിനെ കാണുന്നത്. ദി കോംപ്ലിമെൻ്ററി കളർ ഈസ് ദ കളർ ജനറേറ്റഡ് ഫ്രം ദി വേവ്ലെങ്ത് ലെഫ്റ്റ് ഓവർ ആണ്. ഇഫ് ദി ഗ്രീൻ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ കോംപ്ലക്സ്, ഇറ്റ് അപ്പിയേഴ്സ് റെഡ് ആയിരിക്കും. ഗ്രീൻ ലൈറ്റാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ആ കോംപ്ലക്സ് അപ്പിയേഴ്സ് റെഡ്. ഓക്കെ, കണ്ടോ? ഇത് കളർ ഓഫ് ദ ലൈറ്റ് അബ്സോർബ്ഡ് ആണ്. ഇത് കളർ ഓഫ് ദ കോർഡിനേഷൻ എൻറ്റിറ്റി വയലറ്റ്.
ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ റെഡ് ആയിരിക്കും, ബ്ലൂ ആണെങ്കിൽ യെല്ലോ ഓറഞ്ച്, അൾട്രാ വയലറ്റ് മീൻസ് പെയിൽ യെല്ലോ, റെഡ് മീൻസ് ബ്ലൂ, ബ്ലൂ ഗ്രീൻ മീൻസ് പർപ്പിൾ കളർ. ഓക്കെ. The color in the coordination compounds can be readily explained in terms of the crystal field theory. ഇനി നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് കളർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നോക്കാം. ഇൻ ദി കേസ് ഓഫ് ഹെക്സ അക്വ ടൈറ്റാനിയം 3+, ടൈറ്റാനിയം ഹെക്സ അക്വ ടൈറ്റാനിയം 3+ ഈസ് എ 3D1 സിസ്റ്റമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നോക്കാം 3D1 സിസ്റ്റം. ഓക്കെ. This is the octahedral complex where the single electron in the metal d orbital is in the T2g level in the ground state of the complex. The next higher state available for the electrons is the MdEg level. If light corresponding to the energy of yellow-green region is absorbed by the complex, it would excite the electrons from T2g level to Eg level. Consequently, the complex appears violet in color. The crystal field theory is attributed to the crystal field theory attributes the color of the coordination compound to dd transition of the electron. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹെക്സ അക്വ ടൈറ്റാനിയം 3+, ഹെക്സ അക്വ ടൈറ്റാനിയം 3+ is a 3D1 system. 3D1 system means its electronic configuration means T2g1 Eg0 ആണ്. ഓക്കെ. ഇതാണിപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് വിസിബിൾ റീജിയൺ എന്നുള്ള ലൈറ്റിനെ വിസിബിൾ റീജിയൻ മീൻസ് യെല്ലോ ഗ്രീൻ റീജിയണിൽ നിന്ന് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകും. ഓക്കെ. ദ ഇലക്ട്രോൺ യെല്ലോ ഗ്രീൻ റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകും. T2g0 Eg1. ഓക്കെ. T2g1 Eg0 ആയിരുന്നത് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ അത് T2g0 Eg1 ആയിട്ട് മാറും. ഇഫ് ദി കറസ്പോണ്ടിങ് ടു ദ എനർജി ഓഫ് ദി യെല്ലോ ഗ്രീൻ റീജിയൻ ഈസ് അബ്സോർബ് ദി കോംപ്ലക്സ് ഇറ്റ് വുഡ് എക്സൈറ്റ് ദി ഇലക്ട്രോൺസ് ഫ്രം T2g ലെവൽ ടു ദ Eg ലെവൽ. കൺസീക്വൻ്റ്ലി ദി കോംപ്ലക്സ് അപ്പിയേഴ്സ് വയലറ്റ് ഇൻ കളർ. യെല്ലോ ഗ്രീൻ റീജിയണിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് വയലറ്റ് ഇൻ കളർ ആയിരിക്കും. ഓക്കെ. അപ്പം ഹെക്സ അക്വ ടൈറ്റാനിയം 3+ ഈസ് വയലറ്റ് ഇൻ കളർ. വൈ? Hexa aqua titanium 3+ is an octahedral complex where the single electron, that is 3D1, that is in T2g level means T2g1 Eg0. If the light corresponding to the energy of yellow green region is absorbed by the complex and it would excite the electrons from T2g level to Eg level, so its configuration become T2g1 Eg0 to T2g0 Eg1. Okay, then the complex appears violet in color. The crystal field theory attribute the color of the coordination compounds that is due to dd transition. dd transition ആണ്. But what is the main reason for the color of the coordination compounds? That is due to dd transition. dd transition ഒരു d orbitals നിന്ന് വേറൊരു d orbitalലേക്ക് പോകുന്നു. That is known as dd transition. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. Then some more topics. It is important to note that the absence of ligand ഇല്ലെങ്കിൽ the crystal field splitting does not occur and hence the substance is colorless. Substance colorless ആയിരിക്കും. crystal field splitting നടക്കില്ല. അപ്പോൾ നമ്മുടെ സബ്സ്റ്റൻസ് എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ഹെക്സ അക്വ ടൈറ്റാനിയം ക്ലോറൈഡ് ഓൺ ഹീറ്റിംഗ് റെൻഡേഴ്സ് ഇറ്റ് കളർലെസ്. കണ്ടോ, ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കളർലെസ് ആയി പോകും. കാരണം ഈ വാട്ടർ മോളിക്യൂൾസ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. കണ്ടോ, വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ലിഗൻഡ് ഇല്ല. ലിഗൻഡിൻ്റെ ആബ്സെൻസിൽ അതിന് കളറില്ല. ഹെക്സ അക്വ ടൈറ്റാനിയം chloride on heating renders it colorless because on heating the water molecules, that means ligands, is removed from the complex. So in the absence of ligand the crystal field splitting does not occur and hence the substance is colorless ആയിരിക്കും. കറക്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. Anhydrous copper sulfate is white in color but CuSO4.5H2 is blue in color. The influence of the ലിഗൻഡിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അവിടെ കളർ പ്രൊവൈഡ് ചെയ്ത്. ലിഗൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുകയുള്ളൂ. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടന്നെങ്കിൽ മാത്രമേ അവിടെ കോംപ്ലക്സ് കളേർഡായിട്ട് മാറും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കളർലെസ് ആയിരിക്കും. ഓക്കെ. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ലിഗൻഡ് ഓൺ ദി കളർ ഓഫ് എ കോംപ്ലക്സ് മേ ബി ഇലസ്ട്രേറ്റഡ് ബൈ കൺസിഡറിങ് ദി ഹെക്സ അക്വ നിക്കൽ 2+ കോംപ്ലക്സ് ആണ്, which forms when nickel 2 chloride is dissolved in water. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇത് കണ്ടോ,
NiH2O6 3+ നമ്മൾ EN ആഡ് ചെയ്താണ്. ഇത് റേഷ്യോ എന്ന് പറയുന്നത് 1:1 റേഷ്യോയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് പെയിൽ ബ്ലൂ ആയിരിക്കും. വീണ്ടും നമ്മൾ ഈ പെയിൽ ബ്ലൂ കോംപ്ലക്സിലേക്ക് വീണ്ടും EN ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ റേഷ്യോ 2:1 റേഷ്യോ ആയി. അപ്പോൾ നമുക്കിത് കിട്ടി, ബ്ലൂ ഓർ പർപ്പിൾ കളർ. ദെൻ എഗെയിൻ EN ആഡ് ചെയ്ത് കൊടുക്കുക. EN വീണ്ടും 3 ആയി, 3:1. അപ്പോൾ നമുക്ക് വയലറ്റ് കളർ കിട്ടും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? EN അറിയാലോ, ഈഥേൻ 1 diamine, ethane 1 diamine. Okay guys, study up to here the remaining topic we will take in the next class. Okay, bye.